അപ്പോൾ ആ സമയത്തുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. മനുവിൻ്റെ മരണവും ജെബിനുണ്ടായ മാനസികമായിട്ടുള്ള വിഷമങ്ങളും ഒക്കെ നമ്മൾ ദിനം പ്രതി സോഷ്യൽ മീഡിയ കൂടിയൊക്കെ അറിഞ്ഞ കാര്യമാണ്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഞാൻ 2 ദിവസം മുൻപ് ഒരു വീഡിയോ കണ്ടു. മനു ജെബിൻ വ്ളോഗ് എന്ന് പറയുന്ന ചാനലിൽ. മനുവിനും ജെബിനും നമുക്കറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വിവാഹിതരായ ഒരു ഗേ കപ്പിളാണ് മനു ജെബിൻ. അതിൽ മനു മരണപ്പെട്ടു പോയി. ഒരു ആക്സിഡൻറ്റിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആ സമയത്തുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. മനുവിൻ്റെ മരണവും ജെബിനുണ്ടായ മാനസികമായിട്ടുള്ള വിഷമങ്ങളും ഒക്കെ നമ്മൾ ദിനം പ്രതി സോഷ്യൽ മീഡിയ കൂടിയൊക്കെ അറിഞ്ഞ കാര്യമാണ്. അതിനുശേഷം ജെബിൻ വീട്ടിലേക്ക് താമസം മാറി. ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. അവിടുന്ന് ജെബിൻ നേരെ വീട്ടിലേക്ക് താമസം മാറി. ഇപ്പം എന്താ പ്രശ്നം ചോദിച്ചാൽ, ജെബിൻ്റെ അനിയനെ കൊണ്ട് ജെബിന് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സൊസൈറ്റി ഒരു പരിധിവരെ അവജ്ഞയോടെ കാണുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് മനുവിനെയും ജെബിനെയും പോലുള്ള ആളുകളെ ഒരു പരിധിവരെ പുച്ഛിച്ചൊക്കെ കാണുന്ന വിഭാഗമാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. കാരണം അവർ മനുഷ്യരാണ്, അവർക്കും ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ജെബിനുണ്ടായ അനുഭവം എന്താണെന്ന് ജെബിൻ നമ്മളോട് തുറന്ന് സംസാരിക്കുന്നുണ്ട് ജെബിൻ്റെ ചാനലിലൂടെ. നമുക്ക് അതൊന്ന് കേട്ടിട്ട് സംസാരിക്കാം. ഇതിൽ നിയമപരമായിട്ട് പോലും ജെബിനൊരു സുരക്ഷ കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ജെബിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കേട്ട് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ വീട്ടിൽ കിടന്ന് ഭയങ്കര അലമ്പായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം ഫുൾ അടിച്ച് തകർത്താനിയൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽസ് ഇട്ടായിരുന്നല്ലോ അല്ലേ. അപ്പൊ റീൽസിന് കുറെ എന്താ പറയണ്ടേ, അവന്റെ കൂട്ടുകാരനല്ല ചെയ്തെന്ന് പറഞ്ഞ് ഇവന് എന്റെ അനിയന്, അതായത് ബിബിൻ എന്ന് പറയുന്നവന് എന്നോട് ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല, ഒരു കാര്യമില്ല. ഞാൻ ഇവരായിട്ട് യാതൊരു ഇടപാടുമില്ല. നമ്മൾ സ്നേഹത്തോടെ തന്നെ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ വെല്ലു വിളിച്ചു വിട്ടിരുന്നു. ഇവൻ എന്നെ കൊല്ലും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഇവരെന്നെ വെല്ലു വിളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പിന്നെ പപ്പാരെ ആയാലും ആൾക്കാരെ എല്ലാവരും ഉപദ്രവിച്ചു. എന്റെ കാര്യത്തിന് വേണ്ടി കേട്ടോ, വേറെ ഒന്നുമല്ല. ഉപദ്രവിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇവൻ എന്നെ ഞാൻ വിട്ടിരിക്കുന്നത് പച്ചയ്ക്ക് താ കൂട്ടി തന്നെ തെറി വിളിക്കും. ഇത്രയും വിളിച്ചോട്ടെ, എനിക്ക് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അവന്റെ സംസ്കാരം ഇല്ലായ്മയായിരിക്കും, എനിക്ക് വേറെ ഒന്നായിട്ട് തോന്നുന്നില്ല. പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് എന്നെ നിന്നെ കൊല്ലും മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആയാലും ഇവൻ എന്നെ വെല്ലു വിളിക്കുമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി. ആ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പോലും ജസ്റ്റ് പോലീസുകാരെ വിളിച്ചു. അപ്പോൾ എന്റെ ഒരു മാനേഴ്സ് ആയിരുന്നു, ഞാൻ പോലീസുകാരെ വിളിച്ച് ജസ്റ്റ് പേടിപ്പിക്കാന്നുള്ള ഒറ്റക്കാരെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മേനെ വിളിച്ച് പറഞ്ഞ പരത്തെറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത്രയും മോശമായിരുന്നു. കാര്യം വെച്ചാല് പപ്പടം മുട്ടിനോ അല്ലേ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ ഇങ്ങനെ ഇട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ സെയിം എന്റെ അവസ്ഥ ഇവനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്താനായിരുന്നു? ഇവന് നാട്ടുകാരും കൂട്ടുകാരും ആയിരിക്കും വലുത്. പക്ഷെ നമുക്ക് എനിക്ക് എന്റെ ഫാമിലിയാണ് ഏറ്റവും വലുത്. ഒരുത്തരും ഇല്ലായിരുന്നു. ഇവൻ വീണ് കിടന്നു അവിടെ ഹോസ്പിറ്റലിൽ. ആരായിരുന്നു ഉണ്ടായിരുന്നത്? ജെബിൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ജെബിന്റെ അച്ഛനും അമ്മയ്ക്കും പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ജെബിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജെബിന്റെ ബ്രദറാണ് ഇവിടെ വിഷയം എന്ന് പറയുന്നത്. അതിന് ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജെബിന്റെ ബ്രദർ പുറത്തിറങ്ങി നടക്കുന്ന ഒരാളായിരിക്കും. ബിബിൻ എന്നാണ് അയാളുടെ പേര്. പുറത്തിറങ്ങി നടക്കുന്ന ഒരാളായിരിക്കും. അയാളുടെ സുഹൃത്തുക്കൾ, നിന്റെ ചേട്ടൻ എന്താണ് ഇങ്ങനെ ആയി പോയത്, അയാൾക്ക് മര്യാദയ്ക്ക് ജീവിച്ചൂടെ, അല്ലെങ്കിൽ അയാൾക്കൊരു പെണ്ണൊക്കെ കെട്ടി സുഖമായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ബിബിനെ കളിയാക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ഒരു പക്ഷേ ബിബിൻ വന്നിട്ട് വീട്ടിൽ ചേട്ടനോട് കാണിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള എല്ലാവരുടെ വീട്ടിലും ഉള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് പല ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും വീട് മാറി ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. എന്റെ സുഹൃത്തുക്കൾക്കിടയിലും ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സൊസൈറ്റി അവജ്ഞയോടെ കാണരുത് എന്നാണ് എന്റെ കാഴ്ചപ്പാട്. കാരണം അവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അവരങ്ങനെ ആയിപ്പോയത് അവരുടെ മിസ്റ്റേക്ക് അല്ല. നമ്മൾ അവരെ മാറ്റി നിർത്തേണ്ട യാതൊരു കാര്യമില്ല. അവർക്കും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ പറ്റി കഴിഞ്ഞാൽ അവർ ജീവിച്ചോട്ടെ. ഇവിടെ ഇപ്പോൾ ജെബിൻ മാന്യമായിട്ട് ജീവിച്ച് വരുന്ന ഒരാളാണ്. ജെബിൻ വേറെ മോഷണത്തിനോ അല്ലെങ്കിൽ പിടിച്ചുപറിക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിനോ ഒന്നും പോകുന്നില്ലല്ലോ. അയാൾ മാന്യമായിട്ട് ജീവിച്ചു, അയാൾ ഏതെങ്കിലും സൈഡിൽ ഒതുങ്ങി ജീവിച്ചോട്ടെ. എന്തുകൊണ്ട് ഈ ബിബിന്റെ കൂട്ടുകാരോ അല്ലെങ്കിൽ ബിബിനോ അത് ചിന്തിക്കുന്നില്ല? അതൊരു മനുഷ്യജന്മമല്ലേ? ഇയാൾ ഇത്രയും വിഷമത്തിൽ സംസാരിക്കണമെങ്കിൽ അയാൾ എത്രമാത്രം വിഷമം അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടാവും. ബിബിൻ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല? ഒന്നുമില്ലെങ്കിൽ ബിബിന്റെ ബ്രദറാണ്. ബിബിന്റെ അമ്മയുടെ വയറ്റിൽ തന്നെയാണ് ജെബിനും ജനിച്ചത്. എന്തുകൊണ്ട് ബിബിൻ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. ബിബിന്റെ കൂട്ടുകാരെക്കാളും ബിബിൻ കെയർ ചെയ്യേണ്ടതും ബിബിൻ സ്നേഹിക്കേണ്ടതും ബിബിന്റെ ബ്രദറിനെ തന്നെയാണ്. പക്ഷെ ബിബിൻ അത് ചെയ്യുന്നില്ല. ബിബിൻ അവിടെ ജെബിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം തോറും. ജെബിൻ പറയുന്നുണ്ട് ബിബിന് വലുത് ബിബിന്റെ കൂട്ടുകാരാണ്. അപ്പൊ ഈ കൂട്ടുകാർ ബിബിനെ കളിയാക്കുമ്പോൾ ആ കളിയാക്കലിന്റെ ഫ്രസ്ട്രേഷൻ ബിബിൻ എവിടെ കാണിക്കുന്നു? വീട്ടിൽ കാണിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ജെബിൻ പറയാനുള്ള ബാക്കി നോക്കാം. ഇവരുടെ ഏത് കൂട്ടുകാരന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്? ഒരുത്തനുമില്ല. അരവിന്ദ് എന്ന് പറഞ്ഞത് ആ മനു എന്ന് പറഞ്ഞ ബ്രോ അല്ലാതെ വേറെ ആരാണ് ഉണ്ടായിരുന്നത്? ഞാനും പപ്പായും ഇവിടെ ഉണ്ട് ആൾക്കാർ തെളിവിന് വേണ്ടി. അപ്പൊ എല്ലാവരെയും ഇങ്ങനെ കാണരുത്. എനിക്കിപ്പോ ആൾക്കാരെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ വേറെ ആൾക്ക് വേണ്ടി ഇട്ടേക്കുന്ന സാധനത്തിന് വേണ്ടി ഇവര് വന്ന് എന്നെ ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വെളി പറയത്തില്ലായിരുന്നു. പക്ഷെ പറയേണ്ട ഒരു അവസ്ഥ അവൻ തന്നെ ആയിട്ട് മാറ്റി ഉണ്ടാക്കിയതാണ്. എന്തായാലും മുമ്പോട്ട് ഇനിയിപ്പോ ഇത് പിന്നെ എവിടെ വരെ പോകാൻ പറ്റും? നമുക്ക് ഇനി അവിടെ വരെ പോകാം. കാര്യം വെച്ചാൽ ഇനി എന്റെ വാശിയാണ് ഈ കാര്യങ്ങൾ. ഞാൻ ഇതുവരെ ആരോട് ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടില്ല. അമ്മച്ചി പാവം നോക്കിയിരിക്കുന്നു. എനിക്ക് അത്രയും മാത്രം പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ അത്രയും മാത്രം വിഷമത്തിലാണ് നിൽക്കുന്നത്.
ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മുമ്പോട്ട് പോകുന്നെങ്കിൽ ഭയങ്കരമായിരിക്കും. ശരിക്കും ഈ വിഷയത്തിൽ ജെബിൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം അനുഭവിച്ചു, കൂടെ ഒരു പങ്കാളിയായിട്ട് ഒരാളെ കൂട്ടിയിട്ടുണ്ടായിരുന്നു, അയാളുടെ മരണം സംഭവിച്ചു. ആ വിഷമത്തിൽ നിന്ന് കരകയറി വരുന്ന ഒരു വ്യക്തിയെ സ്വന്തം അനിയൻ തന്നെ ഇത്തരത്തിൽ ചവിട്ടി തേക്കുമ്പോൾ ആർക്കായാലും സങ്കടം ഉണ്ടാവും. കൂടെപ്പിറപ്പാണ്, ഒരുമിച്ച് പോകേണ്ട ആൾക്കാരാണ്. ഇത് ശരിക്കും ഒരു കുടുംബ പ്രശ്നമാണ്, നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ബിബിൻ ചെയ്യുന്ന ഈ കാര്യം ജെബിനെ പോലുള്ള ആൾക്കാരുടെ വീടുകളിൽ ഇനിയും സംഭവിക്കാം. ഇത് എന്റെ കാഴ്ചപ്പാടാണ്, നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഇതിനകത്ത് ജെബിൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ പോലീസുകാരുടെ മറുപടി എന്താണെന്ന് കൂടി ജെബിൻ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. എന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഇവൻ എവിടുത്തെ ആരും അധികാരം കൊടുത്തു ഇവൻ എന്നെ തല്ലിക്കൊല്ലാൻ? കുറെ നാളെ തുടങ്ങി, ഇപ്പൊ തുടങ്ങിയതല്ല, പണ്ട് തൊട്ടാ തുടങ്ങിയല്ല തല്ലിക്കൊല്ല്. മടുത്തു, അതുപോലെ മടുത്തു. സത്യമായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു അനിയൻ എന്റെ ജീവിതത്തിൽ ഇല്ല. എനിക്ക് ഇനി വേണ്ടെന്നാണ് സത്യമായിട്ടും പറയാം. എനിക്ക് വേണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ ആരും ഇല്ലാത്തതാണ് ഏറ്റവും നല്ല, ഈ ജീവിതത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ആരും ഇല്ലാത്തതാണ്. സ്വന്തം ഒരു വേണ്ട അവനെ അനിയനായിട്ട് കൂട്ടല്ല, ചേട്ടനായിട്ട് കൂട്ടണ്ട. ഒരു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഇല്ലാത്ത സംഭവത്തിനോടൊക്കെ എന്ത് പറയാനായിട്ടാ? ഒന്നും പറയാനല്ലേ എനിക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഞാനിതൊന്നും സത്യം പറഞ്ഞാൽ റിവീൽ ചെയ്യേണ്ടെന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ്. ഞാൻ 2 വ്യക്തിക്ക് വാക്ക് കൊടുത്താണ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ എനിക്ക് പറഞ്ഞേ പറ്റൂ, ചെയ്തേ പറ്റൂ. കാര്യം വെച്ചാൽ ഞാൻ ഏകദേശം 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കേട്ടോ. 2 പ്രാവശ്യം വിളിച്ചപ്പോഴത്തേന് വണ്ടിയില്ല. ഓക്കെ, ഇനി വരാൻ പറ്റുകയില്ലെന്നാണ് പോലീസുകാർ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം മുണ്ടക്കത്തെ പോലീസ് സ്റ്റേഷനിലാട്ടോ. രണ്ടാമത്തെ കാര്യം, ഇപ്പം എനിക്ക് എന്തായാലും നീതി കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ അനിയൻ ഇവിടെ വന്നിട്ട് വിളിച്ചു, അനിയനല്ല, ഇറ്റ്സ് ആ ഒരു വ്യക്തി കൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇവനെപ്പോലുള്ളവനെ ഈ വാടി കയറ്റാതെ പറഞ്ഞു തല്ലി ഓടിക്കണമെന്ന് പോലീസുകാർ ഇവനോട് പറഞ്ഞെന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ പപ്പായും വെല്ലുമിച്ചും എല്ലാം ഇവിടെ സാക്ഷിയായിട്ടുണ്ട് കേട്ടോ എന്റെ അനിയൻ. ആലോചിച്ച് നോക്കി, പോലീസുകാര് ജെബിന്റെ അനിയനായ ബിബിനോട് പറഞ്ഞൊരു കാര്യമാണ്, ജെബിനെ പോലുള്ളവരെ ഈ വാർഡിൽ പോലും കയറ്റാതെ തല്ലി ഓടിക്കണം. ശരിക്കും പൊതുജനത്തിന് സംരക്ഷണവും സുരക്ഷയും കൊടുക്കേണ്ട പോലീസുകാർ ഇങ്ങനെയാണോ പറയേണ്ടത്? ഞാൻ എല്ലാ പോലീസുകാരെ അടച്ചാക്ഷേപിക്കുന്നില്ല. ഈ ഇടയായിട്ട് ഞാൻ പോലീസുകാരുടെ വിഷയങ്ങൾ പലതും സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ പോലീസുകാരും മോശക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ എല്ലായിടത്തും ഈ പുഴുക്കുത്തുകളെ പോലെ കുറച്ച് പേരുണ്ടാവുമല്ലോ. അതുപോലെ ഒരു ടീം ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ജെബിൻ കംപ്ലൈന്റ് കൊടുത്തു, അതിന്റെ കെയർ ഓഫിൽ ബിബിനെ വിളിച്ചിട്ട് പോലീസുകാർ പറഞ്ഞ വാചകങ്ങളാണ്, ഇത്തരക്കാരെ ഈ വാർഡിൽ പോലും അടുപ്പിക്കരുത്. എന്തിനാണ് ഇവരോട് ഇത്ര അവജ്ഞ? ഞാൻ നേരത്തെ ചോദിച്ച പോലെ അവരും മനുഷ്യരല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ പാവങ്ങൾ ജീവിച്ചോട്ടെ. നിങ്ങൾ ആരെയെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ അവർ വരുന്നുണ്ടോ? ഇല്ല. ബിബിനെ സംബന്ധിച്ച് ബിബിന് ഒന്നുകിൽ ഈ ബ്രദറിനെ അടിച്ചിറക്കി വിട്ടു കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റ് സ്വത്തും കാര്യങ്ങളൊക്കെ അയാൾക്ക് മാത്രം എടുക്കാൻ പറ്റുമായിരിക്കും. അതല്ലെങ്കിൽ കൂട്ടുകാരുടെ കളിയാക്കലും സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കളിയാക്കലും ഒക്കെ കേട്ടിട്ട് ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതായിരിക്കും. പക്ഷെ പോലീസുകാർക്ക് എന്താണ് ജെബിനോട് ഇത്ര ദേഷ്യം? എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? ജെബിൻ പറഞ്ഞത് കേട്ടിട്ട് ആണ് ഞാൻ സംസാരിക്കുന്നത്. പോലീസുകാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ വളരെ മോശമായി പോയി. സർ, നിങ്ങളുടെയൊക്കെ കുടുംബത്തിലാണ് ഇത്തരത്തിലൊരു ആള് ജനിക്കുവാണെങ്കിൽ, അവർ വളർന്നു വരുമ്പോൾ അവരും ഇത്തരത്തിലൊരു ആളായിട്ട് മാറുവാണെങ്കിൽ നിങ്ങൾ അവരെ തല്ലിക്കൊല്ലൂ, നിങ്ങൾ അവരെ പറഞ്ഞു വിടുവോ? ഇതൊന്നും ചെയ്യില്ലല്ലോ. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ അവരുണ്ടാവും. അപ്പൊ ഇവരും ജീവിച്ച് പൊക്കോട്ടെ. അതിനെന്താ വേണ്ടത് നിങ്ങൾ ചെയ്തു കൊടുക്കല്ലേ വേണ്ടത്. അതിന് പകരം കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. നാളെ ഈ ജെബിൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും? ബിബിൻ ജെബിനെ കൊല്ലുമെന്ന് ജെബിൻ പറയുന്നു. നാളെ ഈ ചെറുപ്പക്കാരൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ അച്ഛനും അമ്മയ്ക്കും ഒരു മകൻ ഇല്ലാതെയാവും. അതിലപ്പുറം വേറെ ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാനില്ല. ഇനി ജെബിൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അവിടെ നഷ്ടം ആ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്. ജെബിന്റെ സഹോദരനെ പോലും ആ നഷ്ടബോധം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും ഈ ചേട്ടൻ നശിച്ചു പോട്ടെ എന്നാണ് അനിയൻ ആഗ്രഹിക്കുന്നത്. എനിവേ, ബിബിൻ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. കാരണം ബിബിന്റെ ആപത്ത് സമയത്തെല്ലാം ഈ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. അതൊന്നും തിരിച്ചറിഞ്ഞാൽ മതി. ആ സമയത്ത് ഇല്ലാത്ത കൂട്ടുകാരെല്ലാം ഇപ്പൊ നിങ്ങളോട് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ ചേട്ടൻ മാത്രമാണ്. നമ്മൾ ചിരിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരല്ല നമ്മുടെ സ്വന്തക്കാർ. നമ്മൾ എപ്പോഴാണോ കരയുന്നത് ആ സമയത്ത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരാണ് നമ്മുടെ സ്വന്തം എന്ന് നമ്മൾ കരുതേണ്ടത്. ബിബിന് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.